ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. മീൻ മുളക് ഇട്ട് തന്നെയാണ്. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഒരു 3 അല്ലി കുടംപുളിയും കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് തിളക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മറ്റൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടായ ശേഷം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ഞാൻ ഒരു ബൗളിൽ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി തിളച്ച പുളിയുടെ വെള്ളം ഉണ്ടല്ലോ, അത് ഇതിലേക്കൊന്ന് ഒഴിച്ച് കലക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്ന ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 4 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മുളക് പൊടി കലക്കി വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുക. ഞാനിത് അയലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൽ കഷ്ണം മീനാണെങ്കിൽ ഒന്നും കൂടെ നന്നാവും. ഇനി നമുക്കിത് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കുക. അപ്പോൾ ഇതൊരു 3-4 ദിവസം കേട് കൂടാതെ ഇരിക്കും കേട്ടോ. ഇപ്പോൾ കറിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബായ്.